മീനക്കൂറുകാർക്ക് എങ്ങനെ? പുരട്ടാതിക്കാലം, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ജന്മശനിയാണ്. അപ്പൊ വക്രശനിയാണെങ്കിലും ജന്മത്തിലാണ് നിൽക്കുന്നത്. മാതാവിനെ അരിഷ്ടത ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക, വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കുക മാതാവിനെ. കുട്ടികളിലാണെങ്കിലും യാത്രാ മധ്യേ ചെറിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. ബൈക്ക് യാത്ര ഒഴിവാക്കുക, രാത്രി യാത്ര ഒഴിവാക്കുക. എന്തിനൊരു സമാധാനം. അപ്പൊ നമുക്ക് 12-ലാണ് സർപ്പന്റെ സ്ഥിതി. അപ്പം സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. എന്തെങ്കിലും നമുക്ക് സ്കിന്ന് കാലിലോ, ചിലർക്ക് ചെരുപ്പ് മാറിയിട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ചെരുപ്പ് മാറ്റുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. പഠന വിഷയത്തിലും ഈ കാലയളവ് അത്ര നന്നല്ല. പ്രീതി, ശാസ്ത്രപ്രീതി ചെയ്യുക, അല്ലെങ്കിൽ ശനീശ്വര ഹോമം നടത്തുക. പിന്നെ ആയില്യത്തിന് സർപ്പകാവിൽ നൂറുംപാല് വഴിപാട് നടത്തുന്നതും പുള്ളോമ്പാട്ട് പാടുന്നതൊക്കെ ദോഷകാരിയും കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിലും 5-ൽ വാലിന്റെ സ്ഥിതി നമുക്ക് അനുകൂലമാണ്. രാശിക്ക് ദൃഷ്ടി വരെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആലോചന വരികയാണെങ്കിൽ സംസാരിച്ച് വയ്ക്കുക. ഡിസംബർ 5-ന് ശേഷം വീണ്ടും 4-ലാണ് ഗുരുവിന്റെ സഞ്ചാരം. പിന്നെ അടുത്ത 2026 മെയ് കഴിഞ്ഞ് ജൂണിലൊക്കെ വിവാഹം നടത്താനുള്ള യോഗം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാശിയധിപനും 10-ാം ഭാവാധിപനും 5-ൽ സ്ഥിതി ചെയ്യുന്നത് ബിസിനസ് നമുക്ക് സാമ്പത്തികം വന്നെങ്കിലും കൂടുതലും മരുന്നിന്റെ ചെലവിനായിരിക്കും ചിലവായി പോവുക. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ 86 പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.